അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് തേർഡ് സെമസ്റ്റർ കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക് ഈ പുസ്തകത്തിൻ്റെ ബ്ലോക്ക് 1 ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറസ്പോണ്ടൻസ് ഇൻ അറബിക് യൂണിറ്റ് 1 അസാസിയാത്തു കിതാബത്തി റസായിൽ. ഒരു റസായിൽ റിസാലകൾ എഴുതുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രീറിക്വസിറ്റ്സ് ആയിട്ടുള്ളത് ആയിഷ ത്വാലിബ തദ്റുസു ഫി കുല്ലിയ ഹുക്കുമിയ. ആയിഷ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. സയുഅഖിദു ഫിൽ ഉസ്ബുഇൽ ഖാദിം ഹഫ്ല സിവാജി ഉഖ്തിഹൽ കബീറ. അടുത്ത ആഴ്ചയിൽ, വരുന്ന ആഴ്ചയിൽ അവളുടെ സഹോദരിയുടെ വലിയ സഹോദരിയുടെ വിവാഹ സൽക്കാരമാണ്. ഹഫ്ലു സിവാജ്, വിവാഹ സൽക്കാരം. സയുഅഖിദ് സംഘടിപ്പിക്കപ്പെടുകയാണ്. അൽ ഉസ്ബുഉൽ ഖാദിം വരുന്ന ആഴ്ചയിൽ. തുരീദു ആയിഷ ഇജാസ ലിയൗമൈനി ബിമുനാസബത്തിൽ ഹഫൽ. ഈ ഒരു സൽക്കാരവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ലീവ് അവൾക്ക് ആവശ്യമുണ്ട്. ഇജാസ ലീവ്. വതൊലബ മിൻഹൽ ഉസ്താദ് ലി തഖ്ദീം തൊലബിൽ ഇജാസ. അപ്പോൾ അവളുടെ ഉസ്താദ് അവളുടെ അധ്യാപകൻ അവളോട് ഒരു ലീവ് ലെറ്റർ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. തൊലബുൽ ഇജാസ, ലീവ് ലെറ്റർ. തുരീദു ആയിഷ അൻ തദ്ഉവ സ്വദീഖതഹ അൽ ഹമീമ ത്വാഹിറ അല്ലത്തി തഈഷു ഹാലിയ ഫിൽ ഖലീജ് ലിമുശാറകതി ഹഫ്ലി സിവാജ്. അതോടൊപ്പം തന്നെ ആയിഷ ഉദ്ദേശിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട് ത്വാഹിറ, അവൾ നിലവിൽ ഗൾഫിലാണ്, അവളും ഈ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കണം, വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ അവൾ ക്ഷണിക്കണം. തഈഷു ഹാലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾ ജീവിക്കുന്നു, കറൻ്റ്ലി അവൾ ജീവിക്കുന്നു. അൽ ഖലീജ് എന്ന ഗൾഫ്. അങ്ങനെ ഫി കിൽത്തൽ ഹാലത്തൈനി അലൈഹാൻ തെക്തുബർ റിസാല. ഈ 2 അവസ്ഥയിൽ അവൾക്ക് ലെറ്റർ എഴുതണം. ഒന്ന് ലീവ് ലെറ്ററാണ്, ഒന്ന് അവളെ ഫ്രണ്ടിനെ ക്ഷണിച്ചുകൊണ്ടുള്ള എഴുത്താണ്. ഹൽ തൊള്ളുന്നു അന്ന റിസാലത്തൈനി കിൽത്തൈഹി മസതക്കൂനാനി ഫി ഉസ്ലൂബിൻ വാഹിദ്. നീ വിചാരിക്കുന്നുണ്ടോ 2 എഴുത്തിൻ്റെയും ശൈലി ഒരുപോലെ ആയിരിക്കുമെന്ന്? ഒരിക്കലുമല്ല. ഒന്ന് ഒഫീഷ്യലാണ്, മറ്റൊന്ന് പേഴ്സണലാണ്. അവലൻ ഹുമ തക്തുബു ഫി ഉസ്ലൂബിൻ റസമിയൻ. അവലുഹുമ തക്തുബ് ഫി ഉസ്ലൂബിൻ റസമിയൻ വൽ ഉഖ്റ ഫി ഉസ്ലൂബിൻ ഗൈർ റസ്മിയൻ അലൈസ കദാലിക്. ഒന്നാമത്തേത് അവൾ ഒരു ഒഫീഷ്യൽ മോഡലാണ്, ഒഫീഷ്യൽ സ്റ്റൈലിലാണ് എഴുതേണ്ടത്. രണ്ടാമത്തേത് വൽ ഉഖ്റ, മറ്റേത് ഫി ഉസ്ലൂബിൻ ഗൈർ റസ്മിയായിട്ട് അൺഒഫീഷ്യൽ ലെറ്ററാണ് അവൾ എഴുതേണ്ടത്. അലൈസ കദാലിക്, അങ്ങനെയല്ലയോ? ഇദൻ മാഹിൽ ഉമൂറുല്ലത്തി ലാബുദ്ദൻ ലാഹിൽ ഹൈൻദ കിതാബത്തി റസായിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്? ഇതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നുനാഖിഷ്, നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് മീ ഡിസ്കസ്. ഇപ്പോൾ ഡിസ്കഷൻ 1.1.1 ഖവാഇദു കിതാബത്തി റസായിൽ. ഒരു ലെറ്റർ എഴുതുമ്പോൾ ഉള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. യജിബ് അൻ തകൂന റസായിലു മുത്തസിഫതൻ ബിൽ അനാസിരി വസ്സിമാതി താലിയ. ഒരു റിസാല എഴുതുമ്പോൾ താഴെ പറയുന്ന സവിശേഷതകളും ഘടകങ്ങളും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഹത്ത തുസ്ബിഹ തതവാസലുൽ മുർസൽ ഇലൈഹി വതുഅസ്സിറു ഫി നഫ്സിഹി വതുഅദ്ദി ഇലാ നതൈജ് ഈജാബിയ. അങ്ങനെയാണെങ്കിലാണ് ആർക്കാണോ അയക്കുന്നത്, അൽ മുർസൽ ഇലൈഹി എന്നാൽ നമ്മൾ ആർക്കാണോ അഡ്രസ്സ് ചെയ്യുന്നത്, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും അയക്കപ്പെടുന്ന ആ ആൾക്ക് മനസ്സിൽ അതൊരു എഫക്റ്റ് ചെയ്യാനും സ്വാധീനിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പോസിറ്റീവായിട്ട് ലഭ്യമാകാനും ഒക്കെ താഴെ പറയുന്ന സവിശേഷതകളും അനാസ്വിർ, അതിലെ എലമെൻറ്റ്സ്, ഘടകങ്ങളും നിർബന്ധമായും നാം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 അൻ തകൂന റിസാലത്തു ബി ലുഗത്തിൻ സഹിലത്തിൻ മഫ്ഹൂമ. എഴുതുന്ന ഭാഷ, കത്തെഴുതുന്ന ഭാഷ അത് സിമ്പിളായതാവണം, സിമ്പിളാവണം. മഫ്ഹൂമ, അത് ഗ്രാഹ്യമാവണം. വായിക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല അതിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത്രയും ലളിതമായിട്ടാണ് നമ്മൾ ലെറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അഥവാ യജിബ് അല്ലാ യസ്തഖ്ദിമ അൽ കാതിബ് അൽഫാദൻ ഗരീബ. അപരിചിതമായ ലഫ്ളുകളുള്ള പദങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുത്തുകാരൻ ഉപയോഗിക്കാൻ പാടില്ല. വഇബാറത്തിൻ മുബ്ഹമ ഫിർ റസായിൽ. അതുപോലെ ഗോപ്യമായ രൂപത്തിൽ, മുബ്ഹമ അവ്യക്തമായ നിലക്കുള്ള സെൻറ്റൻസുകളും സ്റ്റേറ്റ്മെൻറ്റുകളും റിസാലകൾ ഉപയോഗിക്കാൻ പാടില്ല. ലിഅന്നഹ തുനഫിറു നുഫൂസൽ ഖുറാ. കാരണം ആർക്കാണോ കത്തയച്ചത് അവർക്കത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വതംനഉഹും മിൻ ഖിറാഅത്തി റിസാല. അക്കാരണം കൊണ്ട് അവർ ആ വായന തന്നെ ചിലപ്പോൾ ഒഴിവാക്കും. തംനഉഹും, അവരെ തടുക്കുമെന്നാണ്. മുഗൾ പറഞ്ഞ തുനഫിറോൻ അവർക്ക് മടുപ്പുണ്ടാക്കുമെന്നാണ്.
അപ്പോൾ അത് തന്നെ പിന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കൂല, എഴുത്ത് വായിക്കാതെക്കാൻ കാരണമാകും. അപ്പോൾ ഏത് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് ഒഫീഷ്യലാവട്ടെ അൺഒഫീഷ്യലാവട്ടെ വായനക്കാരൻ വായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ആ രൂപത്തിൽ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ വ്യക്തമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ അൻതക്കൂന റിസാല തു ഖസീറത്തൻ മൂജസ ബിദൂന സുഖ്റഫ, വളരെ സംക്ഷിപ്തമായി എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിക്കൊണ്ട് കുറേ സുഹ്റുഫകളില്ലാതെ, സുഹ്റുഫ അല്ലെങ്കിൽ സഹ്റഫ എന്നൊക്കെ പറഞ്ഞാൽ അലങ്കരിച്ചുകൊണ്ട് തഷ്ബീഹുകളും മറ്റൊക്കെ ഉൾക്കൊള്ളിച്ച് കൃത്രിമപരമായിട്ട് കുറേ സാഹിത്യ ഭംഗി കൂട്ടാൻ ശ്രമിക്കുക, അതൊന്നും പാടില്ല. വളരെ സംക്ഷിപ്തമായി വ്യക്തമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഖസീറ ചെറുത്, ഷോർട്ടാവണം, മൂജസ വളരെ സംക്ഷിപ്തമാവണം. ലെനൽ മഖ്സൂദ് മിൻ കിതാബത്തിൽ റിസാല, കാരണം എന്താ വെച്ചാൽ ഒരു റിസാല എഴുതുന്നതിൻ്റെ ലക്ഷ്യം യുഫീദ് അൽ മുർസൽ ഇലൈഹി, ആർക്കാണോ അത് അയക്കണത് ടു അവർക്ക് ലഭ്യമാക്കണം അറാദഹുൽ കാത്തിബു, ഈ എഴുതുന്ന ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടണം. അതുമല്ല അഖ്ബാർ, ചിലപ്പോൾ വല്ല കാര്യങ്ങൾ അറിയിക്കാനായിരിക്കും, വൽ മഅലൂമാത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിവരം കൊടുക്കാനായിരിക്കും. വലിഹാദ യംബഗി ലിൽ കാത്തിബ് അൻ യഖ്തസിറ കലിമാത്തിഹി, അതുകൊണ്ട് തന്നെ എഴുതുന്നവൻ തൻ്റെ കലിമാത്തുകൾ വളരെ ചുരുക്കിക്കൊണ്ടാണ് അവതരിപ്പിക്കേണ്ടത്. അലാ മുതൂനി റിസാല അൽ മത്ലൂബ لأن الإتناب في الرسائل دون الحاجة يجعلها مانع من قراءتها. എന്താണോ ആ റിസാല വരാൻ ആവശ്യമായിട്ടുള്ള മത്തനുകൾ, മുത്തൂനല്ല അതിൻ്റെ കണ്ടൻറ്റ്, അതെന്താണോ ആവശ്യമുള്ളത് അത് മാത്രം ഉൾക്കൊള്ളുന്ന കലിമത്തുകൾ ഉൾക്കൊള്ളിച്ച് ചുരുക്കാൻ ശ്രമിക്കുക. കാരണം അന്നൽ ഇത്നാബ് വലിച്ചു നീട്ടി പറയുക എന്നുള്ളത് ഫിർ റസായിൽ കത്തുകളിൽ ദൂനൽ ഹാജ ആവശ്യമില്ലാത്തിടത്ത് യജ്അലു ഹമാനിഅത മിൻ ഖിറാഅതിഹ, അത് വായിക്കുന്നതിൽ തന്നെ തടയാൻ കാരണമാകും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് അൻ തകൂന റിസാല ബിഖത്തിൻ വാദിഹൻ ബിതർതീബിൻ ഹസൻ, വളരെ കൃത്യമായ വാദിഹായ ഖത്ത് ഉപയോഗിക്കണം. കൈയെഴുത്ത്, കൈപ്പട അതേറ്റവും വാദിഹാവണം, വ്യക്തമാണ്. ഒരക്ഷരത്തെ പറ്റി പോലും സംശയം ഉണ്ടാവാൻ പാടില്ല. അതും ബി തെർത്തീബിൻ ഹസൻ, ആദ്യം പറഞ്ഞ് പിന്നെ പറഞ്ഞ് ആ കൃത്യമായ നല്ല തെർത്തീബോട് കൂടിയായിരിക്കണം അവ ക്രമപ്പെടുത്തേണ്ടത്. ലാബുദ്ദലിൽ കാത്തിബ യക്തുബ റിസാലതഹു ബി ഖത്തിൻ വാദിഹിൻ, അതുകൊണ്ട് തന്നെ എഴുത്തുകാരന് വ്യക്തമായ ലിപി കൊണ്ട് അവൻ്റെ കൈപ്പട വ്യക്തമാകുന്ന രൂപത്തിൽ എഴുതുക. യഫ്ഹമുൽ ആഖറൂൻ, മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതാണ്, അവർക്ക് മനസ്സിലാവാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ലിഅന്നൽ ഖഫ വൽ ഖത ഫി ഖത്തിൽ അൽഫാദ്, കാരണം വ്യക്തതയില്ലാത്ത എഴുത്തും അതുപോലെ എഴുത്തിലെ തെറ്റുകളും അത് റുബ്ബമ യൂഹിമു മഅന ഗൈറ മുറാദ്, വായനക്കാരന് ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാനും അത് വിചാരിക്കാനും കാരണമാകും. വഹകദ യൽസം ലഹു അൻ യുറത്തിബ റിസാലതഹു തർതീബൻ സനദ്റുസുഹു ഫിൽ വഹ്ദത്തിൽ ഖാദിമ, അങ്ങനെ നമ്മൾ വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടെയുള്ള റിസാലകൾ പ്രിപ്പയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വരുന്ന വഹ്ദകളിൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത അൻവാഉർ റിസാല, ഇനി റിസാലകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിസാല അർ റസ്മിയ, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്. മറ്റൊന്ന് റിസാല ഗൈറു റസ്മിയ, അൺഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉണ്ട്. എന്താണ് ഒഫീഷ്യൽ ലെറ്റേഴ്സ്? ഹിയർ റിസാല അല്ലത്തി യുർസിലുഹൽ കാത്തിബ് ഇലാ മൻ ലഹു അലാഖ റസ്മിയ ബിഹി, എഴുത്തുകാരൻ അയക്കുന്ന ആളുമായിട്ട് ഒരു ഒഫീഷ്യൽ ബന്ധമുണ്ടാകും, അതാണ് അലാഖ റസ്മിയായിരിക്കും. ഏതുപോലെ മിസ്ലുർ റിസാലത്തി യുർസിലുഹൽ മുവല്ലഫ് ഇല മുദീർ ശരിക്ക, ഏതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കമ്പനിയുടെ മുദീറിന് ലെറ്റർ എഴുതുന്ന പോലെ അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒഫീഷ്യൽ ബന്ധമാണ്, അലാഖ റസ്മിയാണ്. വഹി അൻവാഉൻ അദീദ, ഈ ഇത്തരം ഒഫീഷ്യൽ ലെറ്റർ തന്നെ വൈവിധ്യങ്ങളാണ്, ഒരുപാട് ഇനങ്ങളുണ്ട്. സനുവദ്ദിഹു ലക്കും ബഅദൻ മിൻഹാ ഫി ഹാദിഹിൽ വഹ്ദ, ചിലതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. വതൻഖസിബു ഹാദിഹിർ റിസാല ഇലാ നൗഐനി, ഇനി ഒഫീഷ്യൽ ലെറ്ററിന് നമുക്ക് രണ്ടാക്കി തിരിക്കാം. വഹുമ അർ റസാഇൽ വറഖിയ വർ റസാഇൽ ഇലക്ട്രോണിയ, ഒന്ന് പേപ്പറിൽ നമ്മൾ എഴുതുന്ന റസാഇൽ വറഖിയ പേപ്പർ ലെറ്ററും, മറ്റൊന്ന് റസാഇൽ ഇലക്ട്രോണിയ ഈ ലെറ്റേഴ്സും മെയിൽ പോലത്തെ സംഗതികളൊക്കെ. മറ്റൊന്ന് റിസാല ഗൈറു റസ്മിയ, അൺഒഫീഷ്യൽ ലെറ്ററാണ്, അല്ലെങ്കിൽ അതിനൊരു വേറെ പേര് റസാഇൽ ഷഖ്സിയ, പേഴ്സണൽ ലെറ്റർ എന്നും അതിന് പറയും. ഹിയ റിസാലത്തുല്ലത്തി യുർസിലുഹൽ കാത്തിബ് ലിൽ അസ്തിഖാഇ വൽ അഖ്റബാ, ഇത് തൻ്റെ ഫ്രണ്ട്സുകൾക്ക്, തൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഒരു എഴുത്തുകാരൻ എഴുതുന്ന എഴുത്താണ്. വയർത്തബിത്തു ബിഹിം ബി അലാഖ ഗൈറു റസ്മിയ, അതായത് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ബന്ധമല്ലാത്ത ബന്ധങ്ങളായിരിക്കും. മിസ്ലേതുപോലെ റിസാലത്തുല്ലത്തി യുർസിലു ത്വാലിബ് ഇലാ അബീഹി, ഒരു വിദ്യാർത്ഥി തൻ്റെ പിതാവിന് എഴുതുന്നു, ഉമ്മിഹി ഉമ്മക്ക് എഴുതുന്നു, സദീഖി ഫ്രണ്ട്സിന് എഴുതുന്നു. വതുസമ്മ ഹാദിഹി റിസാല റസാഇലു ഷഖ്സിയ അയ്ദൻ, അതുകൊണ്ട് തന്നെ ഇത്തരം റിസാലകൾക്ക് പേഴ്സണൽ ലെറ്റർ എന്നുകൂടെ പേര് പറയും. മറ്റൊന്ന് അൽ അൽഖാബുല്ലത്തി തഖ്തസ്സു ബി അൽ മുനാസിബ് അൽ മുഖ്തലിഫ, വ്യത്യസ്ത പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ലഖബുകളുണ്ട്, ചില അപരനാമങ്ങളുണ്ട്. അവരെ അഭിസംബോധന ചെയ്യേണ്ടത് അവരുടെ ആ ലഖബുകൾ ഉപയോഗിച്ചിട്ടാണ്. അവർക്കുള്ള
ആ പദവിക്ക് ഉപയോഗിക്കുന്ന പല പേരുകൾ, അതാണ് നീ പരിചയപ്പെടാൻ പോകുന്നത്. വഇൻദ മനക്തുബുർ റസഇൽ അലൈന അൻ നുഖാതിബ അൽ അഷ്ഖാസ ഹസബ ദറജതി മൻസിബിഹിം. നമ്മളൊരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അയാളുടെ സ്ഥാനത്തിനനുസരിച്ച് കൊണ്ട് അയാൾ അഭിസംബോധന ചെയ്യേണ്ടി വരും. ഹുനാക അൽഖാബുൻ മുതനവ്വിഅ മുനാസിബ ലികുല്ലി മിനൽ മനാസിബ്. ഇവിടെ ഓരോ പദവികൾക്കനുസരിച്ച് അവരുടെ ലഖബുകൾ, അവർ അഭിസംബോധന ചെയ്യേണ്ട പേരുകൾക്ക് മാറ്റങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. വമായ ഖായിമത്തു ഹാദിഹിൽ അൽഖാബ്, ഇത്തരം ലഖബുകൾ ഉൾക്കൊള്ളുന്ന ഒരു ടേബിളാണ് താഴെ കൊടുക്കുന്നത്. ഒരു ഭാഗത്തിൽ മൻസിബ്, അവർ വഹിക്കുന്ന സ്ഥാനങ്ങളാണ്. മറ്റൊന്ന് ലഖബ്, അവർ അറിയപ്പെടുന്ന അവരെ സ്ഥാന പേരുകളാണ്. അപ്പോൾ ആ രൂപത്തിലായിരിക്കും അവരെ അഭിസംബോധന ചെയ്യേണ്ടി വരിക. ഉദാഹരണം ഒന്ന്, റഈസുൽ ജംഹൂരിയ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ സാർ എന്നല്ല വിളിക്കുക, ഫഖാമത്തുർ റഈസ് എന്നാണ് അയാൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വാഹിബുൽ ഫഖാമ എന്നാണ് വിളിക്കേണ്ടത്. ആ പേര് നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കണം. ഫഖാമ എന്ന വാക്കിന് യഥാർത്ഥ അർത്ഥം പ്രൗഢമായ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അറബി ഭാഷയിലുള്ള അർത്ഥം. ഇവിടെ അർത്ഥത്തിനല്ല പ്രസക്തി, ആ ഒരു ലഖബ് നമ്മൾ പഠിച്ചു വെക്കാം. അൽ മലിക്, രാജാവാണെങ്കിൽ ജലാലത്തുൽ മലിക് അല്ലെങ്കിൽ സ്വാഹിബുൽ ജലാല, രണ്ട് രൂപത്തിലും പറയാം. അൽ അമീർ, അമീറിനാണെങ്കിൽ സുമുവുൽ അമീർ, സ്വാഹിബു സുമുവ് എന്നൊക്കെയാണ് പറയാം. റഈസുൽ വുസറ, ഈ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ മആലി റഈസുൽ വുസറ അല്ലെങ്കിൽ സ്വാഹിബുൽ മആലി. അൽ വസീർ, വസീറിനാണെങ്കിൽ മറ്റു മിനിസ്റ്റർക്കാണെങ്കിൽ മആലി അൽ വസീർ, സആദത്തുൽ വസീർ എന്ന് പറയും. അസഫീർ, അംബാസഡർക്കാണെങ്കിൽ സആദത്തു ഷെയ്ഖ് അല്ലെങ്കിൽ സ്വാഹിബു സആദ എന്ന രൂപത്തിലാണ് അവർ അഭിസംബോധന ചെയ്യുക. ഇനി റജുലുദ്ദീൻ, ഒരു പണ്ഡിതനാണെങ്കിൽ, മതപരമായ ഒരു പണ്ഡിതനാണെങ്കിൽ സമാഹത്തു ഷെയ്ഖ് സ്വാഹിബു സമാഹ എന്ന രൂപത്തിൽ പറയും. ഇനി ഒരു റജുൽ ഇമ്രാ, ഒരു ആണ് പെണ്ണ്, ഒരു വ്യക്തി ആണെങ്കിൽ അവർ അസയ്യിദ മിസ്റ്റർ എന്ന് പറയുന്ന രൂപത്തിലാണ് അവർ അഭിസംബോധന ചെയ്യുക. ഇനി അൽ ആലിം അൽ ബാഹിസ്, അൽ ഉസ്താദ്, ഒരു പണ്ഡിതനാണെങ്കിൽ, ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ, ഒരു ഗവേഷകനാണെങ്കിൽ, ഒരു ഉസ്താദ്, ഒരു പ്രൊഫസറാണെങ്കിൽ ഫദിലത്തു ഷെയ്ഖ്, ഫദിലത്തുൽ ഉസ്താദ്, സആദ എന്ന രൂപത്തിലൊക്കെയാണ് അവർ അഭിസംബോധന ചെയ്യുക. അൽ ഖാദി, ജഡ്ജി ആണെങ്കിൽ ഹദറത്തുൽ ഖാദി, സആദത്തുൽ ഖാദി എന്ന രൂപത്തിൽ അവരെ അഭിസംബോധന ചെയ്യും. ഇനി അൽ മുഖാബിലാത്തുൽ ഇൻജിലീസി ലിൽ കലിമാത്തുൽ അറബിയ്യ, നമ്മളിപ്പോൾ പഠിച്ചതിൽ കുറേ അറബി വേർഡിൻ്റെ ഒഫീഷ്യൽ. അൽ റിസാല റസമിയ, ഒഫീഷ്യൽ ലെറ്റർ. അൽ മുവദ്ദഫ്, എംപ്ലോയി. മുദീറു ശരിക്ക, കമ്പനി മാനേജർ. الرسائل الإلكترونية إيميل letters. الرسالة غير رسمية unofficial letters. الرسالة الشخصية personal letters. رئيس الجمهورية President of the Republic. صاحب الفخامة صاحب السعادة His Excellency. فخامة الرئيس His Excellency the President. جلالة الملك His Majesty the King. جلالة الملكة Her Majesty the Queen. صاحب السمو His Highness. معالي رئيس الوزراء His Excellency the Prime Minister. سماحة الشيخ فضيلة الشيخ His Eminence Sheikh. السيد سيدة Mr. Miss حضرة القاضي Your Honor Safir Ambassador. ഇംഗ്ലീഷ് നമുക്ക് നോക്കിയാൽ അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളിലേക്ക് ഒന്നും കൂടെ പോകുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നുണ്ട്. ഖവാഇദു കിതാബത്തുർ റസായിൽ, അതിൻ്റെ മെയിൻ ഖായിദ എന്ന ലുഗ സഹില മഫ്ഹൂമ, ലളിതമായ ഗ്രാഹ്യമായ ഭാഷ. ഖസീറ മൂജസ, സംക്ഷിപ്തവും ഷോർട്ടുമായിട്ടുള്ള ടെക്സ്റ്റ്. ഖത്തുൻ വാദിഹൻ, വ്യക്തമായ ലിപി, കൈപ്പട. ബിതർത്തീബിൻ ഹസൻ, നല്ല ക്രമം. അൻവാഉർ റിസാല, ഒന്ന് റസമിയ വഗൈർ റസമിയ അല്ലെങ്കിൽ റസായിലു ഷഖ്സിയ എന്നും അതിന് പേര് പറയും. അൽഖാ മുഅയ്യന ലി മുനാസിബ് മുഹ്തറമ, അവരുടെ സ്ഥാനത്തിൻ്റെ പദവിക്കനുസരിച്ച് ആദരിക്കാവുന്ന രൂപത്തിലുള്ള അപരനാമങ്ങൾ ഉപയോഗിക്കുക. ഫഖാമത്തുർ റഈസ് സാഹിബുൽ ഫഖാമ, ജലാലത്തുൽ മലിക് സാഹിബുൽ ജലാല, അസയ്യിദ സയ്യിദ, സുമുൽ അമീർ സാഹിബ് സുമു പോലെയുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. കൈഫ യജിബ് അൻ തകൂന ലുഗത്തു അർ റിസാല, എങ്ങനെയാണ് ഒരു റിസാലയുടെ ലുഗ ആയിരിക്കേണ്ടത്? അതിൻ്റെ ആൻസർ നമ്മൾ ബുക്കിൽ തന്നെ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. സഹല വ മഫ്ഹൂമ. മറ്റൊന്ന് കൈഫ യജിബ് അൻ യകൂന അൽ ഖത്തു വ തർത്തീബുർ റിസാല, തർത്തീബുർ റിസാലയും ഖത്തും എങ്ങനെയായിരിക്കണം? മാഹിയ റിസാല അല്ലത്തി യുർസിലു അൽ കാതിബ് ലാ മല്ലഹു അലാഖ റസമിയ, അലാഖ റസമിയ ഒഫീഷ്യൽ ബന്ധമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അയക്കുന്ന റിസാലയ്ക്ക് എന്തു പറയും? മാഹിയ അഖ്സാമുർ റസായിൽ റസമിയ, റസായിൽ റസമിയ ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഖിസ്മുകൾ, വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹാത്യാം സലൽ റിസാല റസ്മിയ, ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഉദാഹരണം പറയാം. മാഹിയ الرسالة ما هي الرسالة التي يرسل الكاتب للأصدقاء والأقرباء, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയക്കുന്ന കത്തുകൾക്ക് എന്താണ് പറയുക? ഹാത്യാം സലൽ റിസാല ഗൈർ റസ്മിയ, ഒരു അൺഒഫീഷ്യൽ ലെറ്ററിനൊരു ഉദാഹരണം പറയുക. മാഹി ഇസ്മുൻ ആഖർ റിസാല ഗൈർ റസ്മിയ, അൺഒഫീഷ്യൽ ലെറ്ററിനുള്ള മറ്റൊരു പേര് പറയാം. മാഹി അൻവാഉർ റിസാല, അൻവാഉർ റിസാല എന്താണ്? റിസാലയുടെ ഇനങ്ങൾ എന്തൊക്കെ? ഉക്തുബ് അൽഖാബ് മുഅയ്യന ലിശഖ്സിയാത്ത് താലിയ അല തർത്തീബ്, താഴെ കൊടുത്തവർക്കുള്ള അൽഖാബുകൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? റഈസുൽ ജംഹൂരിയ, മലിക്, അമീർ, റഈസുൽ വസ്റ എന്നൊക്കെ. ഉക്തുബ് അൽഖാബ് മുഅയ്യന ലിശഖ്സിയാത്ത് താലിയ അല തർത്തീബ്, സഫീർ, റിജാൽ ദീൻ,
ആലിം ഖാദി. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇപ്പുറത്ത് നെക്സ്റ്റ് പേജിൽ 7ാമത്തെ പേജിൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. കൂടുതലായിട്ട് ഇനി വിശദീകരിക്കുന്നില്ല, നമുക്ക് വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.